വേദിയിലിരിക്കുന്ന പുരോഗമന പ്രസ്ഥാനത്തിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, യുവജന സുഹൃത്തുക്കളെ, ഡിവൈഎഫ്ഐയുടെ തച്ചൻപാറ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള മതേതര സദസ്സിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുകയാണ്. ജനുവരി 12-ാം തീയതി മുതൽ ജനുവരി 30-ാം തീയതി വരെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ 1,50,000-ഓളം വരുന്ന സദസ്സുകൾ സംഘടിപ്പിക്കാനാണ് ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചത്. ഡിവൈഎഫ്ഐയും വിവേകാനന്ദനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഡിവൈഎഫ്ഐയും മഹാത്മാഗാന്ധിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ രണ്ട് ചോദ്യങ്ങളും ചില ആളുകൾ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ നിരവധിയായ സന്യാസിമാരെ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ സ്വാമി വിവേകാനന്ദനെ പോലെയുള്ളൊരു സന്യാസിയെ ഇതുവരെ നാം കണ്ടിട്ടില്ല. ഞാനൊരു സോഷ്യലിസ്റ്റാണ് എന്ന് ലോകത്തെ നോക്കി പ്രഖ്യാപിച്ച മനുഷ്യനാണ് സ്വാമി വിവേകാനന്ദൻ. അതിലുപരിയായി തൊഴിലാളി വർഗം എന്ന വാക്ക് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു സ്വാമി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, തൊഴിലാളി വർഗം എന്ന വാക്ക് പോലും ആദ്യമായി ഉച്ചരിക്കുന്ന ഒരു സ്വാമിയാണ് വിവേകാനന്ദൻ. നിങ്ങൾക്ക് ഗീത വായിക്കുവാൻ വേണ്ടി തോന്നുന്നെങ്കിൽ, വ്യക്തിപരമായ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഗീത വായിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, നിങ്ങൾ പോയി പന്ത് കളിക്കണം എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. അതിലുപരിയായി നിങ്ങൾക്കൊരു ജ്യോത്സ്യനെ കാണണമോ, നിങ്ങൾക്ക് ഒരു ആൾദൈവത്തെ സന്ദർശിക്കണമോ, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഒരു ഡോക്ടറെ കാണുക എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഭാരതീയ പാരമ്പര്യം? ഒരുപക്ഷെ ഭാരതീയ പാരമ്പര്യത്തെക്കുറിച്ച് ഞങ്ങൾക്കാണ് പറയാൻ അവകാശം എന്ന് പറഞ്ഞ് ചില സംഘപരിവാരത്തിൻ്റെ ആളുകൾ നമ്മുടെ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിവേകാനന്ദൻ പറഞ്ഞത് ഭാരതത്തിൽ, അതായത് ഇന്ത്യയിൽ വിവിധ ഘട്ടങ്ങളിലായി ുണ്ടോ? ഈ രണ്ട് ചോദ്യങ്ങളും ചില ആളുകൾ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ നിരവധിയായ സന്യാസിമാരെ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ സ്വാമി വിവേകാനന്ദനെ പോലെയുള്ളൊരു സന്യാസിയെ ഇതുവരെ നാം കണ്ടിട്ടില്ല. ഞാനൊരു സോഷ്യലിസ്റ്റാണ് എന്ന് ലോകത്തെ നോക്കി പ്രഖ്യാപിച്ച മനുഷ്യനാണ് സ്വാമി വിവേകാനന്ദൻ. അതിലുപരിയായി തൊഴിലാളി വർഗം എന്ന വാക്ക് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു സ്വാമി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, തൊഴിലാളി വർഗം എന്ന വാക്ക് പോലും ആദ്യമായി ഉച്ചരിക്കുന്ന ഒരു സ്വാമിയാണ് വിവേകാനന്ദൻ. നിങ്ങൾക്ക് ഗീത 30-ാം തീയതി വരെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ 1,50,000-ഓളം വരുന്ന സദസ്സുകൾ സംഘടിപ്പിക്കാനാണ് ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചത്. ഡിവൈഎഫ്ഐയും വിവേകാനന്ദനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഡിവൈഎഫ്ഐയും മഹാത്മാഗാന്ധിയും തമ്മിൽ എന്തെങ്കിലും ബന്ധം? ഡിവൈഎഫ്ഐയുടെ തച്ചൻപാറ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള മതേതര സദസ്സിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുകയാണ്. ജനുവരി 12-ാം തീയതി മുതൽ ജനുവരി വേദിയിലിരിക്കുന്ന പുരോഗമന പ്രസ്ഥാനത്തിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും
നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, യുവജന സുഹൃത്തുക്കളെ,